ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളുടെയും ആഴവും അർത്ഥവും മനസ്സിലാക്കാൻ നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിശുദ്ധ ഗ്രന്ഥത്തിലെ, പ്രത്യേകിച്ചും പഴയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി പഞ്ചഗ്രന്ഥിയിലെ ചരിത്രവും നിയമാവർത്തന ചരിത്രവും ദിനവൃത്താന്ത ചരിത്രവും മിദ്രാഷിക ചരിത്ര പുസ്തകങ്ങളും എല്ലാം പഠിച്ചതിന് ശേഷം ഇപ്പോൾ പഴയ നിയമത്തിലെ മക്കബായ ചരിത്ര പുസ്തകങ്ങളെ, മക്കബായരുടെ പേരിലുള്ള 2 പുസ്തകങ്ങളെ നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിൽ ഒന്നാമത്തെ പുസ്തകം, മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ ചരിത്ര അപഗ്രഥനം നടത്തുന്നതിൻ്റെ ഭാഗമായി നാം ആ പുസ്തകത്തെ മുഴുവൻ വായിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുകയായിരുന്നു. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്കൊന്നുകൂടി ഓർത്തെടുക്കാം. ഗ്രീക്ക് ഭരണമാണ് ഇപ്പോൾ. സെലൂസിഡ് സാമ്രാജ്യം, അവരുടെ കീഴിലാണ് ഇസ്രായേൽ ഉൾപ്പെടുന്ന ഭാഗം മുഴുവൻ. ഈ സമയം സെലൂസിഡ് സാമ്രാജ്യത്തിലെ ഒരു രാജാവ്, അന്ത്യോക്കസ് എപ്പിഫാനസ് 4-മൻ, അദ്ദേഹം യഹൂദരുടെ മതാചാരങ്ങളിലേക്ക്, അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നുകയറുകയും അവരുടെ പരിപാവനമായ ജെറുസലേമിലെ ദേവാലയത്തെ അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. രാജ്യത്തെങ്ങും യഹൂദരുടെ ആചാര അനുഷ്ഠാനങ്ങൾ നിരോധിക്കപ്പെടുകയാണ്. ഗ്രീക്ക് ദേവനായ സേവൂസിന് ബലിയർപ്പിക്കപ്പെടുകയാണ്. ബലിമൃഗമായി യഹൂദർ മ്ലേച്ഛമായി കരുതുന്ന പന്നികളെ ബലികളർപ്പിക്കുന്നു. ഇത്തരത്തിൽ സാബത്ത് നിരോധിച്ചുകൊണ്ട്, യഹൂദരുടെ തിരുനാളുകളെ റദ്ദാക്കിക്കൊണ്ട് സാമ്രാജ്യത്തിലുടനീളം ഗ്രീക്ക് അധിനിവേശം നടക്കപ്പെടുന്ന സമയത്ത് അതിനോട് പ്രതികരിച്ച് മൊദൈൻ എന്ന ഗ്രാമത്തിൽ, മൊദൈൻ എന്ന പട്ടണത്തിൽ ഒരു പുരോഹിത കുടുംബം മുൻപോട്ട് വരികയാണ്. ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ തലവൻ മത്താത്തിയാസ് എന്നു പേരുള്ള ഒരു പുരോഹിതനാണ്. അദ്ദേഹവും ജെറുസലേമിൽ പുരോഹിതനായിരുന്നു. അദ്ദേഹവും കുടുംബവും ജെറുസലേമിലായിരുന്നു. പക്ഷേ ജെറുസലേം തന്നെ വിജനമാക്കപ്പെടുകയും ദേവാലയം അശുദ്ധമാക്കപ്പെടുകയും ബലിപീഠത്തിൽ മ്ലേച്ഛവസ്തു ബലിയർപ്പിക്കപ്പെടുകയും ചെയ്ത ആ വലിയ ആഘാതത്തിൽ ആ പുരോഹിത കുടുംബം ജെറുസലേം വിട്ട് തങ്ങളുടെ സ്വദേശമായ മൊദൈനിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ മൊദൈനിൽ കടന്നു വന്ന അവിടേക്ക് വീണ്ടും രാജകിങ്കരന്മാർ കടന്നു വരുന്നു. സെലൂസിഡ് രാജകിങ്കരന്മാർ കടന്നു വന്ന് മൊദൈനിലെത്തി അവിടെയും രാജാവിന് പ്രീതികരമായ വിധം, എന്നാൽ യഹൂദരുടെ മതാനുഷ്ഠാനങ്ങളെ, മതാചാരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തെ തന്നെ തള്ളിപ്പറയുന്ന മ്ലേച്ഛകരമായ ആരാധനാനുഷ്ഠാനങ്ങളിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നു. ഇതിനോട് അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തുന്ന മത്താത്തിയാസ് എന്ന പുരോഹിതനും അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബവും, അവരോട് കൂടെ ചേരുന്ന വലിയൊരു വിഭാഗം യഹൂദരായ ജനം, എന്നാൽ അവരെ മറുതലിച്ചുകൊണ്ട് രാജഭരണത്തോട് അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ
മ്ലേച്ഛകരമായ ആരാധനാ രീതികളോട് സമരസപ്പെടുന്ന മറ്റൊരു വിഭാഗം യഹൂദരായ ജനം. ഇങ്ങനെ പ്രത്യേക പരിതസ്ഥിതിയിൽ മക്കബായരുടെ ചെറുത്തുനിൽപ്പിന്, മക്കബായരുടെ വിപ്ലവത്തിന് നാന്ദി കുറിക്കപ്പെടുകയായിരുന്നു. ഈ സമയം ഈ മക്കബായ വിപ്ലവത്തിൻ്റെ നേതൃനിരയിൽ നിന്ന കുടുംബത്തലവൻ എന്ന നിലയിൽ അതിന് നേതൃത്വം കൊടുത്ത മത്താത്തിയാസ് എന്ന പുരോഹിതൻ, അദ്ദേഹം തൻ്റെ മരണത്തോട് അടുക്കുകയാണ്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 49 മുതൽ 68 വരെയുള്ള തിരുവചനങ്ങളിൽ മത്താത്തിയാസ് എന്ന ധീരനായ ഈ പുരോഹിതൻ്റെ അന്ത്യവചസ്സുകൾ ആണ് നമ്മൾ കാണുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. സാധിക്കുമെങ്കിൽ ഈ സമയം എല്ലാവരും എന്നോടൊപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് മത്താത്തിയാസിൻ്റെ അന്ത്യശാസനം എന്തായിരുന്നു എന്ന് മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 49 മുതൽ 68 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ചുകൊണ്ട് മനസ്സിലാക്കാം. മത്താത്തിയാസിൻ്റെ മരണം അടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്ദയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്ര കോപത്തിൻ്റെയും നാശത്തിൻ്റെയും നാളുകളാണിത്. അതിനാൽ എൻ്റെ മക്കളെ, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നത മഹത്വവും അനശ്വര കീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷ്വ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലെബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവൻ്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവൻ്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എൻ്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബേയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമം അനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതീയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ. നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. സെലൂസിഡ് അടിച്ചമർത്തലിന് എതിരായ
മക്കബായ വിപ്ലവം ആരംഭിച്ച ധീരനായ പുരോഹിതൻ. ഏകദേശം BC 166 മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മത്താത്തിയാസ് തൻ്റെ അന്ത്യവചസ്സുകൾ പറയുന്നത്. ഈ വിടവാങ്ങൽ പ്രസംഗത്തിൻ്റെ, അതായത് മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 49 മുതൽ 68 വരെയുള്ള തിരുവചനങ്ങളുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കം ഇപ്രകാരമാണ്. 49-50 തിരുവചനങ്ങളിൽ മത്താത്തിയാസ് തൻ്റെ പുത്രന്മാരോടും അനുചരന്മാരോടും വരാനിരിക്കുന്ന പ്രതിസന്ധി കാലത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് പകർന്നു നൽകുകയാണ്. 50-51 തിരുവചനങ്ങളിൽ തോറയ്ക്ക് വേണ്ടി അഥവാ നിയമത്തിന് വേണ്ടി, ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്ക് വേണ്ടി, ഉടമ്പടി ബന്ധത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നു. 52 മുതൽ 60 വരെയുള്ള തിരുവചന ഭാഗത്ത് വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ഇന്നലകളിലെ മഹാന്മാരായ വീരപുരുഷന്മാരുടെ കഥകൾ ഓർത്തെടുക്കുകയാണ്. പൂർവികരുടെ മാതൃകകൾ ഓർത്തെടുത്ത് ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. 61 മുതൽ 64 വരെയുള്ള തിരുവചന ഭാഗത്ത് നീതിമാന്മാർക്ക് പ്രതിഫലം ലഭിക്കും എന്ന ഉറപ്പ് പകർന്നു നൽകുന്നു. 65 മുതൽ 68 വരെയുള്ള തിരുവചനങ്ങളിൽ തൻ്റെ പുത്രന്മാരിൽ പ്രമുഖരായ ശിമയോനും യൂദാസിനും പ്രത്യേകമായ ചില നിയോഗങ്ങൾ കൂടി ഫലമേൽപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ മത്താത്തിയാസിൻ്റെ മരണമടുത്തു, അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു എന്ന് തുടങ്ങുന്ന ആ ഒരു പ്രയോഗത്തിൽ നിന്നും ഇത് ഒരു മരണക്കിടക്കയിലെ വിടവാങ്ങൽ പ്രസംഗമാണ് എന്ന് വ്യക്തമാവുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണക്കിടക്കയിൽ വെച്ച് പിതാക്കന്മാർ നടത്തുന്ന അനേകം വിടവാങ്ങൽ പ്രസംഗങ്ങളുണ്ട്. മരണക്കിടക്കയിൽ വെച്ച് നൽകപ്പെടുന്ന ചില വിടവാങ്ങൽ പ്രസംഗങ്ങളെ നമുക്ക് ഈ സമയം ഒന്ന് ഓർത്തെടുക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49-ാം അധ്യായത്തിൽ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ മരണക്കിടക്കയിലേക്ക് പുത്രന്മാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടുകയും അവർ ഓരോരുത്തർക്കും വേണ്ടിയുള്ള അന്ത്യവചസ്സുകളും അഭിവാദനങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 33-ാം അധ്യായത്തിൽ തൻ്റെ മരണത്തിന് തൊട്ടു മുൻപായി പുറപ്പാട് നായകനായിരുന്ന മോശ ഇസ്രായേൽ ജനത്തെ, പ്രത്യേകിച്ചും 12 ഗോത്രങ്ങളുടെ പ്രതിനിധികളെ വിളിക്കുകയും അവരോട് തൻ്റെ അന്ത്യവചസ്സുകൾ പറയുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ജോഷുവയുടെ പുസ്തകത്തിൻ്റെ 23-24 അധ്യായങ്ങളിലും തൻ്റെ മരണമടുക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ജോഷുവ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നുണ്ട്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് തൻ്റെ വിടവാങ്ങൽ പ്രസംഗം അദ്ദേഹം നടത്തുന്നത്. ഏതാണ്ട് ഇതേ രീതിയിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രധാനപ്പെട്ട വിടവാങ്ങൽ പ്രസംഗങ്ങളുടെയൊക്കെ രീതിയിൽ തന്നെയാണ് ഇതാ ഇപ്പോൾ മത്താത്തിയാസ് എന്ന പുരോഹിതനും തൻ്റെ അന്ത്യവചസ്സുകൾ, തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നത്. ഈ പ്രസംഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ തൻ്റെ പുത്രന്മാർ, തൻ്റെ കുടുംബം, തൻ്റെ അനുചരന്മാർ മാതൃകയാക്കേണ്ട ചില വ്യക്തിത്വങ്ങളെ വിശ്വാസത്തിൻ്റെ ദീപസ്തംഭങ്ങളായി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ എക്കാലവും വിളങ്ങി നിൽക്കുന്ന ചില വ്യക്തിത്വങ്ങളെ മത്താത്തിയാസ് എന്ന പുരോഹിതൻ ഓർത്തെടുക്കുകയാണ്. അതിലാദ്യത്തേത് പൂർവ്വപിതാവായ അബ്രാഹം തന്നെയാണ്. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം. വിശ്വാസികളുടെ പിതാവായ അബ്രാഹം തൻ്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട സമയത്ത്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം നമുക്കറിയാം, തൻ്റെ വിശ്വാസം പോലും പരീക്ഷിക്കപ്പെട്ട സമയത്ത് എത്ര ധീരമായിട്ടാണ് വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടത്, തൻ്റെ വിശ്വാസത്തിന് വേണ്ടി ദൈവാശ്രയത്വത്തോടെ പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരാളെ ഓർത്തെടുക്കുന്നത് ജോസഫിനെയാണ്. ഈജിപ്തിലേക്ക് അടിമയായി വിൽക്കപ്പെട്ട ജോസഫ് ഈജിപ്തിൽ വെച്ച് എത്രമാത്രമാണ് വിശ്വാസത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. എത്രയേറെ പ്രതിസന്ധികളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, സഹനാനുഭവങ്ങളിലൂടെ ജോസഫ് കടന്നുപോയി. അപ്പോഴും പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചില്ല എന്ന് ഓർക്കുന്നു. അതുപോലെ ഈ പുരോഹിതന്മാരുടെ, മത്താത്തിയാസ് ഉൾപ്പെടെയുള്ള, മക്കബായരുൾപ്പെടെയുള്ള പുരോഹിത കുടുംബത്തിൻ്റെയൊക്കെ പിതാമഹൻ
ഫിനെഹാസ് എന്ന പുരോഹിതൻ അവൻ എത്ര തീക്ഷ്ണതയോടെയാണ് ദൈവവിശ്വാസത്തിൽ നിയമത്തിന് വേണ്ടി നിലകൊണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ജോഷുവ, കാലെബ് എന്നീ രണ്ട് ധീരരായ വ്യക്തികളുടെ കഥ ഓർക്കുകയാണ്. നമുക്കറിയാം, കാനാൻ ഒറ്റുനോക്കാൻ അയക്കപ്പെട്ട ജോഷുവയും കാലെബും ഒഴികെയുള്ള മുഴുവൻ പേരും ഇസ്രായേൽ ജനത്തിൻ്റെ വീര്യം ചോർത്തിക്കളയും വിധം, അവരുടെ പ്രത്യാശയ്ക്ക് തുരങ്കം വയ്ക്കും വിധം കാനാനിലെ അധികാരിയുടെ മുൻപിൽ നമ്മൾ കൊല്ലപ്പെട്ടേക്കാമെന്ന് പറഞ്ഞപ്പോൾ ജോഷുവയും കാലെബും മാത്രമാണ് ദൈവത്തിലുള്ള തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് കാനാൻ നമുക്ക് പ്രാപ്യമാണ്, കാനാനിൽ നമുക്ക് വിജയം ലഭിക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ജനത്തെ പ്രചോദിപ്പിച്ചത്. അതുകൊണ്ട് മത്താത്യാസ് എന്ന പുരോഹിതൻ തൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പുത്രന്മാരോടും അനുചരന്മാരോടും പറയുകയാണ്, ഈ കാലെബിനും ഈ ജോഷുവയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ദൈർഘ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം എന്ന്. അതുപോലെ പിന്നീട് ഓർത്തെടുക്കുന്നത് ദാവീദ് എന്ന മഹാനായ ഇസ്രായേലിലെ രാജാവിനെയാണ്. ഗോലിയാത്തിന് മുമ്പിൽ, ഫിലിസ്ത്യ സൈന്യത്തിന് മുമ്പിൽ, തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ പ്രതിസന്ധികളുടെയും മുൻപിൽ നേടിയെടുത്ത യുദ്ധവിജയങ്ങൾക്കെല്ലാം പിൻപിൽ ദാവീദിന് ശക്തിയായിരുന്നത് ദൈവമായ കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസമായിരുന്നു എന്ന് ഓർക്കുന്നു. ഏലിയ പ്രവാചകൻ്റെ തീക്ഷ്ണത, ഏലിയാഹു ദൈവമാണ് നമ്മുടെ കർത്താവ്, കർത്താവാണ് നമ്മുടെ ദൈവം എന്നേറ്റു പറഞ്ഞുകൊണ്ട് ബാലിൻ്റെയും അഷേരായുടെയും പുരോഹിതന്മാരോട് ഏറ്റുമുട്ടിയ ആഹാബ് എന്ന ദുഷ്ടനായ രാജാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ സീറോ ഫിനീഷ്യൻ വംശജയായിരുന്ന ദുഷ്ടയായ രാജ്ഞി ജസബേലിൻ്റെയും മതനിരാസത്തെ ചെറുത്തു തോൽപ്പിക്കാനായി മുൻപോട്ട് ഇറങ്ങിയ ഏലിയായ്ക്ക് പ്രചോദനമായി തീർന്നതും അദ്ദേഹത്തിൻ്റെ വിശ്വാസവും തീക്ഷ്ണതയുമായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ദാനിയേൽ പ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും ഒക്കെ വിശ്വാസ തീക്ഷ്ണതയെ ഓർക്കുകയാണ്. അഗ്നി ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട 3 വീരന്മാർ. സിംഹത്തിൻ്റെ മടയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും സിംഹത്തിന് ഭക്ഷണമായി നൽകപ്പെട്ടപ്പോഴും വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട ദാനിയേൽ പ്രവാചകൻ. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ധീരന്മാരായ, വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട, പ്രത്യാശാനിർഭരമായ ഒരു ജീവിതം പ്രതിസന്ധികൾക്കിടയിലും നയിച്ച ചില പൂർവികരെ ഓർത്തെടുത്തുകൊണ്ട് തൻ്റെ മക്കൾക്ക്, തൻ്റെ കുടുംബത്തിന്, അനുചരന്മാർക്ക് മാതൃക നൽകുകയാണ്. മതമർദ്ദനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജനം, ഇനിയും വരാനിരിക്കുന്ന അനേകം മതമർദ്ദനങ്ങളിലൂടെ കടന്നു പോകേണ്ട ഈ ജനം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ചരിത്രത്തിലെ ചില നായകന്മാരുടെ, ധീരന്മാരുടെ ഓർമ്മകൾ ഈ പിതാവ് മരണത്തിന് മുൻപ് മക്കൾക്ക് പകർന്നു നൽകുന്നു. അയാൾ പറയുകയാണ്, പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിൻ്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനെഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലെബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസാറിയായും മിഷായേലും വിശ്വാസനിമിത്തം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ദാനിയേൽ തൻ്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ എന്ന് പറഞ്ഞ് തൻ്റെ കൂടെയുള്ളവരെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ, വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ, വിശ്വാസത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ നിലകൊള്ളാൻ ഈ പിതാവ് മത്താത്യാസ് എന്ന പുരോഹിതൻ
തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് ആഹ്വാനം ചെയ്യുകയാണ്. അതിനുശേഷം മത്താത്യാസ് ഇനി ഭാവി എപ്രകാരമാണ്, ഇതുവരെ ഈ മക്കബായരുടെ ചെറുത്തുനിൽപ്പിന്, മക്കബായരുടെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് താനാണ്. എന്നാൽ ഇനി തുടർന്ന് തൻ്റെ മരണശേഷം എപ്രകാരമാണ് ഇതിൻ്റെ ഭാവി എന്ന് മുൻകൂട്ടി പറയുകയാണ്. അദ്ദേഹം പറയുകയാണ് മക്കളോട്, നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബേയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. അങ്ങനെ മത്താത്യാസ് തൻ്റെ പുത്രന്മാർക്ക്, പ്രത്യേകിച്ച് യൂദാസ് മക്കബേയൂസിന് തൻ്റെ നേതൃത്വം, ഈ ചെറുത്തുനിൽപ്പിൻ്റെ മക്കബായ വിപ്ലവത്തിൻ്റെ നേതൃത്വം കൈമാറുകയാണ്. യൂദാസ് മക്കബേയൂസ് സൈനിക പ്രചാരണം നയിച്ചപ്പോൾ ശിമയോൻ എന്ന മറ്റൊരു സഹോദരൻ, മത്താത്യാസിൻ്റെ മറ്റൊരു പുത്രൻ, ഹസ്മോണിയൻ രാജവംശത്തിൻ്റെ സ്ഥാപകനായി പിന്നീട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ തൻ്റെ അന്ത്യവചസ്സുകൾ അവസാനിപ്പിച്ചതിന് ശേഷം മത്താത്യാസ് എന്ന പുരോഹിതൻ മരിക്കുന്നു. മക്കൾ അദ്ദേഹത്തെ സംസ്കരിക്കുന്നു. അതിനെ സംബന്ധിച്ച അവസാനത്തെ വചനങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. മക്കബായരുടെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം 69-70 തിരുവചനങ്ങൾ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. 146-ാം വർഷം അവൻ മരിച്ചു. മൊദൈനിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖമാചരിച്ചു. മക്കബായരുടെ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മത്താത്യാസ് എന്ന പുരോഹിതൻ്റെ മരണം എപ്രകാരമായിരുന്നു, അയാളുടെ സംസ്കാരം എപ്രകാരമായിരുന്നു എന്നാണ് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വചനങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടത്. അടുത്തതായി 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 3-ാം അധ്യായത്തിൽ തീർച്ചയായും തൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ച ആ നിയോഗം ഏറ്റുവാങ്ങുന്ന യൂദാസ് മക്കബേയൂസ് എന്ന മക്കബായ വിപ്ലവകാരി നേതാവ്, അദ്ദേഹം നടത്തുന്ന ചില ഏറ്റുമുട്ടലുകളും അദ്ദേഹത്തിന് ലഭിക്കുന്ന ചില വിജയങ്ങളുടെയും കഥയാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. തൻ്റെ പിതാവായ മത്താത്യാസിൻ്റെ മരണശേഷം യൂദാസ് മക്കബേയൂസ് സെലൂസിഡ് സാമ്രാജ്യത്തിന് എതിരെയുള്ള, സെലൂസിഡ് സാമ്രാജ്യത്തിൻ്റെ യഹൂദ വിരുദ്ധ നിലപാടിന് എതിരെയുള്ള യഹൂദ പ്രതിരോധത്തിൻ്റെ നേതൃത്വം, മക്കബായ ചെറുത്തുനിൽപ്പിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. യൂദാസ് മക്കബേയൂസ് എന്ന ധീരനായ യോദ്ധാവിൻ്റെ സൈനിക തന്ത്രങ്ങൾ, യുദ്ധതന്ത്രങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ എന്നിവയൊക്കെയാണ് ഈ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ. നമുക്ക് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം അല്പമായി ഒന്ന് പരിശോധിക്കാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചന ഭാഗത്ത് മത്താത്യാസിൻ്റെ പുത്രൻ യൂദാസ് മക്കബേയൂസിനെ നമുക്ക് ഗ്രന്ഥകാരൻ പരിചയപ്പെടുത്തി തരികയാണ്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 10, 11, 12 തിരുവചനങ്ങളിൽ യൂദാസ് എപ്രകാരമാണ് അപ്പോളോണിയൂസ് എന്ന വ്യക്തിയെ പരാജയപ്പെടുത്തിയത് എന്ന് പറയുന്നു. പിന്നീട് യൂദാസ് മക്കബേയൂസ് എപ്രകാരമാണ് സെറോൻ എന്ന വ്യക്തിയെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് എന്ന് വിശദമാക്കുന്നു. 13 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളിൽ. 3-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ത്യോക്യസ് എപ്പിഫാനസ് ഈ മക്കബായർക്കെതിരെ നടത്തുന്ന യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചുള്ള വിവരണം നൽകുന്നു. 38 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 45 വരെയുള്ള തിരുവചന ഭാഗത്ത് ഗോർജിയാസ് നിക്കോനാർ എന്ന് പറയുന്ന 2 സെലൂസിഡ് ജനറൽമാർ, സൈനിക തലവന്മാർ,
അവരുടെ ചില നീക്കങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 60 വരെയുള്ള അവസാന ഭാഗത്ത് മിസ്പായിൽ വെച്ച് നടക്കുന്ന യഹൂദരുടെ ഒരു സമ്മേളനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഇത്രയുമാണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം. അടുത്തതായി നമുക്ക് മത്താത്തിയാസിൻ്റെ പുത്രൻ യൂദാസ് മക്കബേയൂസിൻ്റെ കാലത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ യുദ്ധവിജയങ്ങളെക്കുറിച്ച്, യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം.